ഇന്ത്യയുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വലിയ വിപണി തുറന്നു നൽകിക്കൊണ്ട് ലുലു ഗ്രൂപ്പ് തങ്ങളുടെ കയറ്റുമതി പ്രവർത്തനങ്ങൾ വിപുലമാക്കുകയാണ്. അതേസമയം ഏഷ്യയിലെ ചില രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മലേഷ്യയിൽ റീറ്റെയിൽ പ്രവർത്തനങ്ങളിൽ ലുലുവിന് തിരിച്ചടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിലുള്ള ഉൽപ്പന്നങ്ങളാണ് ലുലു ഗ്രൂപ്പ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. ഇതിനായി പഞ്ചാബ്, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലായി വലിയ സ്റ്റോറേജുകൾ ലുലു സജ്ജീകരിക്കുന്നുണ്ട്. കർഷകരിൽ നിന്ന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അവ ഈ സ്റ്റോറേജുകളിലേക്ക് എത്തിച്ച് സംസ്കരിച്ചാണ് ഓരോ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നത്. ഇത് ഇടനിലക്കാരെ ഒഴിവാക്കി കർഷകർക്ക് മികച്ച വില ഉറപ്പാക്കാൻ സഹായിക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം $448 ദശലക്ഷം ജൈവ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ കയറ്റുമതി ചെയ്തത്. ഇതിൽ വലിയൊരു പങ്ക് വഹിച്ചത് ലുലു ഗ്രൂപ്പാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്തം ജൈവ ഉൽപ്പന്ന കയറ്റുമതി മൂല്യം $494.80 ദശലക്ഷം ആയിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. UAE-യിലെ ലുലു സ്റ്റോറുകളിൽ ഇന്ത്യൻ ജൈവ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ അടുത്തിടെ ലുലു ഗ്രൂപ്പുമായി ഒപ്പുവെച്ച കരാർ ഈ കയറ്റുമതി നേട്ടത്തിൽ നിർണായക പങ്ക് വഹിച്ചതായി കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കരാർ വഴി ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ, ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ജൈവ കർഷകരെ ലുലു ഗ്രൂപ്പുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. ഇത് അന്താരാഷ്ട്ര വിപണികളിൽ ഇന്ത്യൻ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കാൻ സഹായിക്കും. പുതിയ നീക്കങ്ങളുടെ ഭാഗമായി ജമ്മു കാശ്മീരിൽ നിന്ന് ആദ്യമായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് ചെറി കയറ്റുമതിക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. കാശ്മീരിൽ നിന്നുള്ള ഈ മധുരമുള്ള ചെറികൾ ആദ്യമായി സൗദി അറേബ്യയിലേക്കും UAE-യിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട്. റിയാദിലെ ലുലു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ ഈ ഇറക്കുമതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതായി ഇന്ത്യൻ എംബസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു.